ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ സാധാരണ ഒരു വലിയല്ല, ഔലിയാക്കളിൽ വലിയ നേതാവാണ്. അങ്ങനെ വലിയ നേതാവായി അവർ എത്താൻ കാരണം എന്താണെന്നറിയോ? പല കാരണങ്ങളുണ്ട്. കൂട്ടത്തിലൊരു കാരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട അബൂ സഈദ് അബ്ദുല്ലാഹ് വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരമാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെ ശാഫിഈ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആളാണ്. അങ്ങനെയുള്ള അബൂ സഈദ് അബ്ദുല്ലാഹ് എന്നവർ പറയാണ്, ഞാൻ ബഗ്ദാദിലാണ് പഠിച്ചത്, നിളാമിയ കോളേജിലാണ് പഠിച്ചത്. എൻ്റെ കൂട്ടുകാരൻ ഇബ്നു സഖയായിരുന്നു. ആ കോളേജിൽ അന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളും പഠിക്കുന്നുണ്ട്. ഞങ്ങളെ ആ കാലഘട്ടത്തിലെ ഹോബി ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ഔലിയാക്കളെ സന്ദർശിക്കലാണ്. അതൊരു നല്ല ഹോബിയാണ്, അത് നല്ലൊരു ഏർപ്പാടാണ്. ഔലിയാക്കളെ സന്ദർശിക്കലും സ്വാലിഹീങ്ങളെ സന്ദർശിക്കലും അത് ഹയ്യം വ മൈത, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായി വലിയ മഹാന്മാരെ സന്ദർശിക്കുന്നത് അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമുക്ക് ആത്മീയ ശാന്തി ലഭിക്കാനും നമ്മുടെ ജീവിതം ചിട്ടപ്പെടാനുമൊക്കെ കാരണമാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് തങ്ങൾ പറയാ, ഞാനും ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളും ഇബ്നു സഖയും ഞങ്ങൾ 3 പേരും ചേർന്ന് ആ കാലഘട്ടത്തിലെ ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാനെ കാണാൻ പോവുകയാണ്. പറയപ്പെടുന്നത് അയാൾ ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷനാവും, പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷനാവും. പ്രത്യക്ഷനാകുമ്പോൾ എവിടുന്ന് വരുന്നു, അപ്രത്യക്ഷനാവുന്ന എവിടേക്ക് പോകുന്നു കാണാൻ കഴിയില്ല. അത്രയും വലിയ മഹത്വമുള്ള പവറുള്ള ആളാണ്. ഈ മഹാനെ കാണാൻ ഞങ്ങൾ 3 പേരും ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇബ്നു സഖ പറഞ്ഞു, ഞാൻ അയാളെ കണ്ടാൽ ഒരു ചോദ്യം ചോദിക്കും. ലഅസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ജവാബഹാ. ഞാൻ അയാളോടൊരു ചോദ്യം ചോദിക്കും, അയാൾക്കതിന് ഉത്തരം തരാൻ കഴിയൂല. അയാൾക്ക് മറുപടി തരാൻ കഴിയാത്തൊരു ചോദ്യം ഞാൻ അയാളോട് നടത്തും. അപ്പോ അബൂ സഈദ് പറയാ, ഞാൻ പറഞ്ഞു ഞാനും അയാളോടൊരു ചോദ്യം ചോദിക്കും, അയാൾ എന്താ വിഷയത്തിൽ പറയുന്നു എന്ന് ഞാനും നോക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹ്, ഒരു മഹാനെ കാണാൻ പോകുമ്പോൾ അയാളെ ചോദ്യം ചെയ്യേ, അയാളെ അറിവ് അളക്കേ. ഞാനില്ല, എനിക്ക് അയാളൊന്ന് കാണണം, അയാളെ കണ്ട ബറക്കത്ത് എൻ്റെ കണ്ണിന് കിട്ടണം, എനിക്ക് അയാളൊന്ന് കാണണം, ആ മഹാനെ കണ്ട ബറക്കത്ത് എൻ്റെ കണ്ണുകൾക്ക് കിട്ടണം, ഇത്രേ എനിക്ക് ആശയുള്ളൂ. 3 പേരും അങ്ങോട്ട് കടന്നു ചെന്നു. 3 പേരും അങ്ങോട്ട് ചെല്ലുക. ആ സമയത്ത് അവിടെ അല്ല. ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ അവർ പ്രത്യക്ഷനായി. ഇബ്നു സഖന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇബ്നു സഖ, നീ എന്നെ ഉത്തരം മുട്ടിക്കാൻ വന്നതാണല്ലേ? നിന്റെ അടുത്തൊരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയൂല എന്നാ നീ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയാ, നീ ചോദിക്കാൻ വന്ന ചോദ്യം ഇന്നതാണ്, അതിനുള്ള മറുപടി ഇതാണ്. ചോദ്യവും പറഞ്ഞു, മറുപടിയും പറഞ്ഞു. ശേഷം പറഞ്ഞു, ഇബ്നു സഖ
അറൽ കുഫ്റ, കുഫറിനെ ഞാൻ കാണുന്നു. തൽതഹിബു ഫീ വജ്ഹിക്, നിന്റെ മുഖത്ത് അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. സത്യനിഷേധം നിന്റെ മുഖത്ത് ജ്വലിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇബ്നു സഖാ എന്നെക്കൊള്ള തിരിഞ്ഞിട്ട് പറഞ്ഞു, അബൂ സഈദ് പറയാ, യാ അബാ സഈദ്, നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, അതിലെ മറുപടി എന്താ ഞാൻ പറയുന്നു എന്ന് നോക്കാനാ നിങ്ങൾ വന്നത്. നിങ്ങളെ ചോദ്യം ഇന്നതാണ്, അതിൻ്റെ മറുപടി ഇന്നതാണ്. ലതഖിറന്ന ദുനിയ അലൈക്, നീ ഈ ചെയ്ത അതബ് കാരണം ദുന്യാവ് നിന്നെ കൊള്ള ഒന്നാകങ്ങോട്ട് വരും. നിന്റെ 2 ചെവിയുടെ ചെവി വരെ ദുന്യാവ് നിങ്ങളിലേക്ക് വരും. നീ ഇവിടെ അതബ് കേട് കാണിച്ചിട്ടുണ്ട്. ആ അതബ് കേട് കാണിച്ച കാരണം അള്ളാഹു ദുന്യാവ് നല്ല പോലെ നിനക്ക് തരും. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറെ, നിങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വന്നവനല്ല, നിങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വന്നവരല്ല. അതേ, എൻ്റെ ഇൽമ് അളക്കാൻ വന്നവരുമല്ല. അതേ സമയത്ത് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കേണ്ട ഉദ്ദേശവുമായി വന്നതാണ്. ഖദ് അർളൈതല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. മോനെ അബ്ദുൽ ഖാദിർ, നിങ്ങളെ ഈ ബഗ്ദാദിലെ ഒരു വലിയ ജനസമൂഹത്തിനിടയിൽ, ഒരു വലിയ ജനസാഗരത്തിനിടയിൽ കുർസിയിൻ്റെ മുകളിൽ കയറിയിട്ട് വലിയ ഒരു ചെയർ, ഉന്നതിയുടെ ചെയറിൽ കയറിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്നത് ഞാൻ കാണുന്നു. ഖദമീ ഹാദിഹി അലാ കുല്ലി വലിയ്യിൻ വ വലിയ്യ, ലോകത്തുള്ള എല്ലാ ഔലിയാഇൻ്റെയും ചുമരിൻ്റെ മീതെയാണ് എൻ്റെ കാൽപാദം എന്ന ഒരു പ്രഖ്യാപനം ഈ ബഗ്ദാദിൽ വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് പറയുകയും ആ മഹാൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഞങ്ങൾ 3 പേരും തിരിച്ചു പോന്നു. അബൂ സഈദ് പറയാണ്, അബൂ സഈദ് അബ്ദുല്ല എന്ന മഹാന് പറയാണ്, ഞങ്ങൾ 3 പേരും തിരിച്ചു പോന്നു. ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങള് അവർ വലിയ സ്ഥാനത്തെത്തി, പഠനമൊക്കെ പൂർത്തിയാക്കി, വിലായത്തിൻ്റെ പടവുകൾ അങ്ങനെ കയറി അവർ വലിയ സ്ഥാനത്തേക്കെത്തി. അവര് ബഗ്ദാദിലും ഇറാഖിലും അതേ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അവർക്ക് വലിയ അംഗീകാരമായി, ഔലിയാക്കൾക്കിടയിൽ വലിയ അംഗീകാരമായി. അങ്ങനെ ഉയർന്ന് ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് ബഗ്ദാദിൽ ഒരു വലിയ ജനസാഗരം തടിച്ചുകൂടിയ ഒരു വലിയ സദസ്സിൽ വെച്ച് ഒരു പ്രഖ്യാപനം. ഖദമീ അലാ റഖബാതിൽ ഔലിയാഇ തുറാം ഖദ് ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുഅ്തമീറാ ഖദമീ അലാ റഖബാതിൽ ഔലിയാഇ തുറാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം തങ്ങളൊരൊറ്റ പ്രഖ്യാപനമാണ്. ലോകത്തുള്ള എല്ലാ ഔലിയാക്കളുടെയും
ചുമലിന് മീതെയാണ് എൻ്റെ കാല്. ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബഗ്ദാദിലും ഇറാഖിലും മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, ഔലിയാക്കൾ, അവർക്ക് തലതാഴ്ത്തി കൊടുക്കുന്നു. തലതാഴ്ത്തി കൊടുക്കാത്ത ആരുമില്ല, എല്ലാവരും ഒരേപോലെ തലതാഴ്ത്തി കൊടുക്കുന്നു. അതേ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ബഹുമാനപ്പെട്ടവര് തലകുനിക്കുന്നു. എന്നിട്ട് ഉഹൈമിദു മിൻഹും ഉഹൈമിദു മിൻഹും ഉഹൈമിദു മിൻഹും, വിനയസ്വരത്തിൽ ഉഹൈമിദു മിൻഹും എന്ന് 3 തവണ പറയുന്നു. ശിഷ്യന്മാർ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവർ ഈ ഡേറ്റും സമയവുമൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖിൻ്റെ ശിഷ്യന്മാരും ഗൗസുൽ ആലം തങ്ങളുടെ ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ അവർ പറയാണ്, ഞങ്ങളെ ശൈഖ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്തായിരുന്നു പ്രഖ്യാപനം? ഖദമീ ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയ്യിൻ, എൻ്റെ ഈ കാൽപാദം എല്ലാ വലിയിൻ്റെയും ചുമരിൻ്റെ മീതെയാണ്. അപ്പോൾ റിഫായി ശൈഖിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഡേറ്റ് എന്നാണ്, ദിവസം എന്നാണ്, സമയം എപ്പോഴാണ്? ഇത് നോക്കുമ്പോൾ എല്ലാം കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്. എത്രയോ കിലോമീറ്ററുകൾക്ക് ദൂരെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ ആ പ്രഖ്യാപനം നടത്തുന്ന ആ കറക്റ്റ് സമയത്ത് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ ഉഹൈമിദു മിൻഹും എന്ന് പറഞ്ഞ് തലതാഴ്ത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങള് വലിയ പദവിയിലെത്തി. അതേ സമയത്ത് അബൂ സഈദ് പറയാ, എന്നെ ഡമസ്കസിലേക്ക് ക്ഷണിക്കപ്പെട്ടു. എന്നെ ഡമസ്കസിലേക്ക് ക്ഷണിക്കപ്പെട്ടു. കൊട്ടാര മുഫ്തിയായി എനിക്ക് ജോലി കിട്ടി. എനിക്ക് ദുന്യാവ് നല്ലപോലെ കിട്ടി. സ്വാലിഹീങ്ങൾ ദുന്യാവ് ഇങ്ങനെ കുന്നുകൂടുന്നത് അതൊരു ബറക്കത്തായും അതൊരു ഖൈറായും അതൊരു വലിയ ഭാഗ്യമായും കാണുന്നവരല്ല. അതുകൊണ്ട് തന്നെ അബൂ സഈദ് പറയാ, ഞാൻ അന്ന് കാണിച്ച അദബ് കേടിന് എനിക്ക് ദുന്യാവ് ഒന്നാകെ നൽകപ്പെട്ട് എന്നെ പരീക്ഷിക്കപ്പെട്ടു. അതേ സമയത്ത് ഇബ്നു സഖയില്ലേ, ആ ഇബ്നു സഖ അദ്ദേഹം നിലാമിയ കോളേജിൽ പഠിച്ചു. നല്ല മിടുക്കനാണ്, പഠിക്കാൻ നല്ലപോലെ പഠിച്ചു, വളർന്നു, ഉയർന്നു. അയാൾക്കെന്നും പ്രഭാഷണമാണ്, നല്ല പ്രഭാഷണം അയാൾക്ക് കിട്ടുന്നു, ഖണ്ഡനങ്ങളാണ്. അതേ എല്ലായിടത്തും പ്രസംഗിക്കാൻ അയാളെ കൊണ്ടുപോവാണ്.
ആളുകൾക്കിടയിൽ അയാൾക്ക് വലിയ സീറ്റ് ലഭിക്കുകയാണ്. അയാൾ വളർന്ന് വന്ന് അങ്ങനെ ബഗ്ദാദിലെ രാജാവ് റോം രാജാവിലേക്ക് ദൂതനായി ഇബ്നു സക്കയെ അയക്കുകയാണ്. ആ റോം രാജാവ് അവിടെയുള്ള പുരോഹിതന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇബ്നു സക്കയുമായി ഖണ്ഡനം നടന്നു. അതേ മുനാദറകൾ നടക്കുകയാണ്. ആ മുനാദറകളിലൊക്കെയും ഇബ്നു സക്ക ആ വന്നവരെയൊക്കെയും തോൽപ്പിച്ച് ഇബ്നു സക്ക മുന്നേറിയപ്പോ റോം രാജാവ് ചതിയിലൂടെ തൻ്റെ മകളെ ഇബ്നു സക്കൻ്റെ മുന്നിലേക്ക് വിടുകയാണ്. ഈ മകളെ കാണുമ്പോൾ ഇബ്നു സക്ക ഈ മകളെ കാണുന്ന സമയത്ത് ഇബ്നു സക്ക ഈ മകളെ കാണുന്ന സമയത്ത് ഇബ്നു സക്കൻ്റെ കണ്ണിൽ ഒരു വലിയ താല്പര്യം ഈ പെൺകുട്ടിയോട് തോന്നുകയും അങ്ങനെ രണ്ടുപേരും പ്രണയത്തിനാവുകയും രണ്ടുപേരും സ്നേഹത്തിനായി അവസാനം ഇബ്നു സക്കയോട് ഇബ്നു സക്കയ ഇവളോട് നമുക്ക് വിവാഹം ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി പറയാ, നമ്മൾ രണ്ട് മതത്തിലല്ലേ, നിങ്ങളോ ഇസ്ലാം മതത്തിൽ, ഞാനോ ക്രിസ്തീയ മതത്തിൽ, പിന്നെങ്ങനാ വിവാഹം നടക്കുക? അത് പറഞ്ഞപ്പോൾ ഇബ്നു സക്ക ക്രിസ്ത്യാനിയാവാൻ തയ്യാറായി. ഇബ്നു സക്ക മതം മാറി. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടന്നു. സുബ്ഹാന ജല്ല ജലാലു. താമസിച്ചില്ല, ഇബ്നു സക്കക്ക് വലിയ രോഗം പിടിപെട്ടു. കുറച്ചു കാലമൊക്കെ കൊട്ടാരത്തിൽ ഇബ്നു സക്കയെ നോക്കി പരിചരിച്ചു. പക്ഷേ അവരെ കൊണ്ട് പരിചരിക്കാൻ പറ്റാത്ത രീതിയിൽ ശരീരമൊന്നാകെ വ്രണം വന്ന് ഇബ്നു സക്കയെ ഇവര് അങ്ങാടിയിൽ കൊണ്ടുപോയി യാചകനായി അങ്ങാടിയിലേക്ക് തള്ളുകയാണ്. ഇബ്നു സക്കക്ക് മരുന്നില്ല, ഇബ്നു സക്കക്ക് ഭക്ഷണമല്ല. കാണുന്നവരോടൊക്കെ ഭക്ഷണം യാചിക്കുന്നുണ്ട്, പക്ഷേ ഇബ്നു സക്കക്ക് ഭക്ഷണം ആരും കൊടുക്കുന്നില്ല. ഇബ്നു സക്ക ഒറ്റപ്പെടുകയാണ്. ചികിത്സ ലഭിക്കുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, അതേ ഭക്ഷണം പോലും കിട്ടുന്നില്ല. ഇബ്നു സക്ക പറ്റേ മെലിഞ്ഞ് ശുഷ്കിച്ച് ശരീരമൊക്കെയും കരിഞ്ഞ് കറുത്ത് കരിക്കട്ട പോലെ വളരെ വിരൂപ രീതിയിൽ ഇബ്നു സക്ക മാറി. അതിനിടയിൽ ഇബ്നു സക്കയെ പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിനരികെ നടന്നു പോകുമ്പോൾ ചോദിക്കുന്നു, നിങ്ങളൊരു ഹാഫിളായിരുന്നല്ലോ, ഖുർആൻ 30 ജുസും മനപ്പാടമുള്ള ആളായിരുന്നല്ലോ, ഖുർആനിലെ വല്ല ആയത്തുകളും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് ഇബ്നു സക്ക പറയുന്നത്, ഒന്നും ഓർമ്മയില്ല, പക്ഷേ ഒരായത്തിൻ്റെ നാവിൽ വരുന്നുണ്ട്. എന്താണ് ആ ആയത്ത്? റുബമായ ബദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. കാഫിരീങ്ങളായ ആളുകൾ
അവർ ചിലപ്പോൾ കൊതിച്ചു പോകും, അവർ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ആര്? ഇസ്ലാം വിട്ട് മറ്റ് മതത്തിലേക്ക് ചേക്കേറിയ ആളുകൾ അവരങ്ങനെ കൊതിച്ചു പോകും എന്ന ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീണ്ടും ഒരുപാട് കാലം ഇബ്നു സക്ക നിസാരനായി, നിന്ദ്യനായി, ആരാരും സഹായിക്കാനും രക്ഷിക്കാനുമില്ലാതെ, മരുന്ന് പോലും കിട്ടാതെ ആ അങ്ങാടിയിൽ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോഴാണ് അബൂ സഈദ് തങ്ങൾ അതുവഴി വരുന്നതും ഇബ്നു സക്കയെ കാണുന്നതും. ഇബ്നു സക്ക മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രംഗാണ്. ആ സമയത്ത് മുൻപുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഇബ്നു സക്കയെ ഖിബിലന്റെ ഭാഗത്തേക്കൊന്ന് തിരിച്ചു കടത്തി. രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കാലം പഠിച്ചതല്ലേ. ആ സൗഹൃദത്തിൻ്റെ പേരിൽ അബൂ സഈദ് ഇബ്നു സക്കയെ ഖിബിലയിലേക്കൊന്ന് തിരിച്ചു കടത്തി. പക്ഷേ ഇബ്നു സക്കക്ക് ഖിബിലയിലേക്ക് തിരിയാൻ കഴിയുന്നില്ല. ഇബ്നു സക്ക ഇങ്ങോട്ട് തന്നെ ഖിബിലയെ തൊട്ട് വീണ്ടും മാറിപ്പോയി. അങ്ങനെ ഇബ്നു സക്ക അങ്ങോട്ട് ജീവൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തേ കാരണം? വലിയവരെ നിന്ദിച്ചു എന്നതാണ്. അള്ളാഹു ബഹുമാനിച്ചവരെ അനാദരവ് കാണിച്ചു എന്നതാണ്. അള്ളാഹു ബഹുമാനിച്ചവരോട് അനാദരവ് കാണിച്ചു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ അവർ ഈ വലിയ പദവിയിലെത്തിയത് എന്താണെന്നറിയോ? അവര് ആദരിക്കേണ്ടവരെ ആദരിച്ചു എന്നതാണ്. തഅദീമു മാ അല്ലമല്ലാഹ്, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അത് ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹു ആദരിച്ച ആളുകളെയും അള്ളാഹു ആദരിച്ച വസ്തുക്കളെയും ആദരിക്കുക. അതേ സമയത്ത് അള്ളാഹു നിസാരമാക്കിയതിനെ അതിനെ നിസാരമായി തന്നെ കാണേണ്ടതുണ്ട്.